തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുരയിലെ ദുരന്തത്തിന്റെ നടുക്കത്തിലാണ് നാട്. വൻ സ്ഫോടനമുണ്ടായ മുണ്ടത്തിക്കോട് കുട്ടംകുളത്ത് ഇന്ന് നടത്തിയ തിരച്ചിലിൽ കൂടുതൽ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തി. ശരീരഭാഗങ്ങൾ തിരിച്ചറിയാൻ DNA പരിശോധന തുടങ്ങി. അപകട സമയത്ത് 34 പേർ വെടിക്കെട്ടുപുരയിലുണ്ടായിരുന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക കണക്ക്. സ്ഫോടനം നടന്ന സ്ഥലത്ത് നിലവിൽ അപകട സാധ്യതയില്ലെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ പറഞ്ഞു. മരിച്ചവരിൽ 7 പേരെയാണ് തിരിച്ചറിഞ്ഞത്. 6 പേരുടെ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി. പരിക്കേറ്റ് 13 പേരാണ് ചികിത്സയിലുള്ളത്. വിവരങ്ങളുമായി തൃശൂർ മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിക്ക് മുന്നിൽ നിന്ന് തനേഷ് തമ്പി, മുണ്ടത്തിക്കോട് അപകട സ്ഥലത്ത് നിന്ന് സുഹൈൽ മുഹമ്മദ് എന്നിവർ ചേരുന്നു. ആദ്യം തനേഷ് തമ്പിയിലേക്കാണ്. തനേഷ് തമ്പി, മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ഏറ്റവും പുതുതായി നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ദിലീപ് കുമാർ, നിലവിൽ നേരത്തെ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ വലിയ മാറ്റമില്ല. 2 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. 2 പേർ വെന്റിലേറ്ററിലാണ്. അതിലൊന്ന് ഈ ലൈസൻസി സതീഷ് ഉൾപ്പെടുന്നു. നേരത്തെ മന്ത്രി കെ രാജൻ പുറത്തിറങ്ങി വന്നപ്പോൾ പറഞ്ഞത് അതീവ ഗുരുതരാവസ്ഥയിലാണ് സതീഷ് എന്നുള്ളതാണ്. മറ്റൊന്ന് പ്രവീണാണ്. ഈ 2 പേരുടെയും നിലയാണ് ഏറ്റവും ഗുരുതരമായി തുടരുന്നത്. ഇത് കൂടാതെ മറ്റ് 3 പേർ കൂടി ICUവിൽ ഉണ്ട്. 6ഓളം പേരുടെ നില ഇപ്പോൾ അപകടനില തരണം ചെയ്തിരിക്കുകയാണെന്നുള്ളതാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. എന്തായാലും അവർക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സ നൽകാൻ 5 മെഡിക്കൽ കോളേജുകളിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരാണ് ഈ ചികിത്സയ്ക്കൊക്കെ നേതൃത്വം നൽകുന്നത്. തൃശ്ശൂരിന് പുറമെ കോഴിക്കോട്, പാലക്കാട്, തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം മെഡിക്കൽ കോളേജുകളിൽ നിന്നാണ് ഡോക്ടേഴ്സ് എത്തിയിരിക്കുന്നത്. ഈ DNA പരിശോധന, മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങളുടെ DNA പരിശോധന ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു, കൂടുതൽ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറി. ആ നിലയിൽ അതിവേഗം ഇവിടെ കാര്യങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നേതാക്കളും അതുപോലെ തന്നെ മന്ത്രിമാരും ഉൾപ്പെടെയുള്ളവരൊക്കെ ഇവിടെ എത്തുന്നുണ്ട്. അവർ ഈ ചികിത്സയിൽ കഴിയുന്നവരെ സന്ദർശിക്കുന്നുണ്ട്. നേരത്തെ മന്ത്രിമാരായ കെ രാജൻ, MB രാജേഷ് തുടങ്ങിയവർ എത്തിയിരുന്നു. അതിനുശേഷം VD സതീശൻ, രമേശ് ചെന്നിത്തല, VM സുധീരൻ തുടങ്ങിയവർ എത്തിയിരുന്നു. ഇപ്പോൾ ഷാഫി പറമ്പിൽ അകത്തേക്ക് പോയിട്ടുണ്ട്. നേരത്തെ MV ഗോവിന്ദനും A വിജയരാഘവനും ഉൾപ്പെടെയുള്ള CPIM നേതാക്കളും എത്തിയിരുന്നു. അങ്ങനെ നാടൊന്നാകെ ഈ ആശുപത്രിയിലേക്ക് എത്തുകയാണ്. ഇവിടെ വലിയ ദുരന്തത്തിൽ വിറങ്ങലിച്ച് നിൽക്കുന്ന ഈ നാട്ടിൽ ആ ദുരന്തത്തിന് ഇരയായവരെയും അവരുടെ ബന്ധുക്കളെയും ഒക്കെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി ഈ നേതാക്കളാകെ എത്തിച്ചേരുകയാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും നേരത്തെ മന്ത്രിസഭായോഗം തീരുമാനമെടുത്തിരുന്നു. ആ സഹായങ്ങൾക്ക് പുറമെ അവർക്കൊപ്പം ഉണ്ട് എന്ന് കാണിക്കാൻ, അല്ലെങ്കിൽ ആ ഒപ്പമുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ നേതാക്കളാകെ ഇവിടെ എത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. ബന്ധുക്കളും അതുപോലെ തന്നെ സുഹൃത്തുക്കളും ഒക്കെ ഈ ആശുപത്രി പരിസരങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഏറ്റവും ദയനീയമായ അവസ്ഥ, അല്ലെങ്കിൽ ഏറ്റവും വേദനാജനകമായ അവസ്ഥ മോർച്ചറിക്ക് മുന്നിലാണ്. അവിടെ ഈ 26ഓളം ശരീരാവശിഷ്ടങ്ങളാണ് ഉള്ളത്. ഇതിൽ നിന്നും ആളുകളെ തിരിച്ചറിയുക എന്നുള്ളത് അങ്ങേയറ്റം ദുഷ്കരമായ കാര്യമാണ്. ബന്ധുക്കൾക്ക് തങ്ങളുടെ കഴിഞ്ഞ ദിവസത്തെ സ്ഫോടനത്തിന് ശേഷം കാണാതായ ബന്ധുക്കളെ തിരഞ്ഞ് എത്തിയിരിക്കുന്ന ആളുകൾ അവിടെയുണ്ട്. പക്ഷേ അവർക്കൊന്നും നോക്കി കണ്ടുപിടിക്കാൻ കഴിയാത്ത അത്രയും രീതിയിൽ കരിഞ്ഞുണങ്ങിയ മട്ടിലാണ് ശരീരഭാഗങ്ങളൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ DNA പരിശോധന അനിവാര്യമാണ്. അതിനാവശ്യമായിട്ടുള്ള സാമ്പിളുകൾ ശേഖരിക്കുന്നതിന് 7-അംഗ സംഘം തിരുവനന്തപുരം രാജീവ് ഗാന്ധി ബയോടെക്നോളജി സെൻ്ററിൽ നിന്ന് രാവിലെ എത്തിയിട്ടുണ്ട്. അവർ അതിൻ്റെ ജോലികൾ വളരെ വേഗത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൻ്റെ സമയത്ത് എങ്ങനെയാണോ ഈ കാര്യങ്ങൾ നടന്നിരുന്നത്, അതുപോലെ അതേ രീതിയിൽ തന്നെയായിരിക്കും DNA പരിശോധനയുടെ കാര്യത്തിൽ നടക്കുക എന്നുള്ളതാണ് മന്ത്രി കെ രാജൻ നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്തായാലും ആ രീതിയിൽ സർക്കാരിൻ്റെ എല്ലാ സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ പൊതു സമൂഹത്തിൻ്റെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഒക്കെ എല്ലാ പിന്തുണയും ആർജിച്ചുകൊണ്ട് ആ നിലയിലുള്ള പ്രവർത്തനങ്ങളാണ്, ഏകോപനത്തോടുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഈ ആശുപത്രി തന്നെയാണ്. ആശുപത്രിയിൽ ഒരു കുറവും, ഈ അപകടത്തിനിരയായിട്ടുള്ള അല്ലെങ്കിൽ പരിക്കേറ്റ് കഴിയുന്ന ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത തരത്തിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ആധുനിക ചികിത്സകളും ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് പൂർണ്ണമായും സർക്കാരാണ് ഈ ചികിത്സാ ചെലവുകൾ വഹിക്കുന്നത് എന്ന് അല്പം മുൻപ് മന്ത്രിമാർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ആ നിലയിൽ കാര്യങ്ങൾ പുരോഗമിക്കുന്നു. മറുവശത്ത് ഈ പരിശോധന നാളെയും തുടരുമെന്നുള്ള കാര്യം ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ നാടൊന്നാകെ ഈ ഒരു കൊച്ചു ഗ്രാമത്തിൻ്റെ ഈ കണ്ണീരിലേക്ക് എത്തുകയാണ്. ഈ തൃശ്ശൂർ പൂരത്തെ വലിയ ആവേശത്തോടു കൂടി കണ്ടിരുന്ന ഒരു ജനതയാണ്. അതുകൊണ്ട് തന്നെ ഈ വെള്ളിയാഴ്ച നടക്കാനിരുന്ന ഈ വെടിക്കെട്ട്, അത് സാമ്പിൾ വെടിക്കെട്ടാണ് എങ്കിൽ പോലും അത് വലിയ ആവേശത്തോടു കൂടിയാണ് അതിന് ഈ നാടൊന്നാകെ തയ്യാറെടുത്തിരുത്. അതിനുള്ള മുന്നൊരുക്കങ്ങളാണ് ആ സ്ഥലത്ത് നടന്നിരുന്നത്. 40ഓളം പേർ ഉണ്ട് എന്നുള്ളതാണ് അറിഞ്ഞത്. ഏതാണ്ട് 35ഓളം പേരാണ് ഇപ്പോൾ ഉണ്ട് എന്ന് സ്ഥിരീകരിക്കപ്പെടുന്നത്. സ്വാഭാവികമായും ഇനി ആരെങ്കിലും കാണാനുണ്ടോ അല്ലെങ്കിൽ കണ്ടെത്താനുണ്ടോ, ഇനി ആരെങ്കിലും മിസ്സായിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിലുള്ള പരിശോധന വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കണക്കുകളിലെ അവ്യക്തത പൂർണ്ണമായും നീങ്ങിയിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം നിൽക്കുന്നുണ്ട്. അത് നേരത്തെ മന്ത്രി കെ രാജൻ സൂചിപ്പിച്ചതുപോലെ ഈ രക്ഷപ്പെട്ടു വന്നവരുടെ വാമൊഴികളിലൂടെ ഉണ്ടായിരുന്ന ആളുകളുടെ എണ്ണം തിട്ടപ്പെടുത്താനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറെ വൈകാതെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഔദ്യോഗിക വിശദീകരണം ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദിലീപ് കുമാർ.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.